ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ പറഞ്ഞു നിർത്തിയത് ബ്ലൂ ലേക്ക് വരെയാണ്. അവിടുന്ന് നമ്മൾ നേരെ പോകുന്നത് സിങ്ക് ഹോൾ കാണാനാട്ടോ. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഒരു സിങ്ക് ഹോൾ കാണുന്നത്. എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല സിങ്ക് ഹോൾ എന്ന് പറഞ്ഞപ്പോൾ. എന്നെപ്പോലെ കാണാത്തവരാണെങ്കിൽ ഇതാ പോരെ, ഞാനിപ്പോൾ കാണിച്ചു തരാം. ഈ ബ്ലൂ ലേക്ക് പോലെ ഇതും കാണാൻ നല്ല രസമാട്ടോ. ഇതും ഒരു ജിയോഗ്രഫിക്കൽ വണ്ടേഴ്സാണ്. ഞാനിങ്ങനെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ജിയോഗ്രഫിക്കൽ വണ്ടേഴ്സ് ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് ഒരു സ്ഥലത്ത് ഇങ്ങനെ കാണുന്നതെന്ന് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് ഈ മൗണ്ട് ഗാംബിയർ എന്ന് പറയുന്നത് ഒരു ലൈം സ്റ്റോൺ കോസ്റ്റൽ ഏരിയ ആണ്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഒരുപാട് കേവ്സും സിങ്ക് ഹോൾസും ഒക്കെ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഏരിയാസിൽ ഒരുപാട് സിങ്ക് ഹോൾസും കേവ്സും ഉണ്ട് കേട്ടോ. ചില സിങ്ക് ഹോൾസിൽ വെള്ളം നിറഞ്ഞിട്ടുള്ളതായിരിക്കും, അതിലേക്ക് നമുക്ക് ഡൈവ് ചെയ്യാം, അങ്ങനെയുള്ള ആക്ടിവിറ്റീസൊക്കെ ചെയ്യാം. ഈ സിങ്ക് ഹോളും ആദ്യം കണ്ടെത്തുമ്പോൾ ഇതിൽ വെള്ളം നിറഞ്ഞൊരു കുളം പോലെ തന്നെയായിരുന്നു കേട്ടോ. പിന്നീട് അവരതൊക്കെ വറ്റിച്ച് ഇങ്ങനെ ഈ രൂപത്തിലേക്ക് മാറ്റിയിട്ടുള്ളതാണ്. അത് ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയിരുന്നു അന്ന്. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവർ ഫ്രണ്ടിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടേക്കുള്ള എൻട്രിയും കാര്യങ്ങളൊക്കെ ഫ്രീ ആണ്. ഇതിനുള്ളിൽ വന്നിട്ട് ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് വേറൊരു എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ. നമുക്ക് ചിലപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ ഒക്കെ ഇതൊരു സാധാരണ കുഴിയല്ലേന്ന് തോന്നും, പക്ഷെ അങ്ങനെയല്ല. ഇത് നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഫീലിംഗ് ആട്ടോ. ഇതിൻ്റെ സൈഡിലേക്കൊന്നും അധികം പോവാതിരിക്കണം നല്ലത്, കാരണം ലൈം സ്റ്റോൺ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഷാർപ്പായിട്ടുള്ള എഡ്ജസും പിന്നെ ഹോൾസും കാര്യങ്ങളൊക്കെയാണ്. നമ്മളൊരു പുതിയൊരാളെ കണ്ടു, വോംപാറ്റിനെ. ഇവിടെ കോമൺ ആയിട്ട് കാണുന്ന ആൾ തന്നെയാണ്, പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും നേരിട്ട് കാണുന്നത് കേട്ടോ. അങ്ങനെ ആളുടെ അടുത്ത് ബായൊക്കെ പറഞ്ഞ് നമ്മൾ ഇതൊക്കെ കണ്ട് തിരിച്ചു പോന്നു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ സിങ്ക് ഹോളിൻ്റെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ശരി.